ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വലിയ ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി അല്ലെങ്കിൽ CPM-കാർ പൊന്നുപോലെ കൊണ്ടു നടന്ന ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് CPM നേതാക്കളുമായി മാത്രമല്ല BJP-യുടെ അഖിലേന്ത്യാ നേതാക്കൾ വരെ വലിയ ബന്ധമാണുള്ളത്. അതായത് BJP നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളത് എന്ന് ഒട്ടനവധി ചിത്രങ്ങൾ സഹിതം പുറത്തു വരികയാണ്. കർണാടക മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൗഡ, അതുപോലെ തന്നെ കർണാടകയുടെ മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന അശ്വത് നാരായണൻ എന്നിവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത ചങ്ങാതിമാരാണ്. അവരുമായി പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ബംഗളൂരിലെ ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ഒരു പൂജാരിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം. ആ ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണ്ണവാതിലുകളുടെ സമർപ്പണത്തിനാണ് ഇരു നേതാക്കളും എത്തിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം അത്രയ്ക്കധികം ദൃഢമായി മാറിയതും. അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്താണ് സദാനന്ദ ഗൗഡ പരിപാടിക്ക് എത്തിയത്. അതിനു മുൻപാണ് അദ്ദേഹം കർണാടകയുടെ മുഖ്യമന്ത്രി ആയത്. 2020 ജനുവരി മാസമാണ് സ്വർണ്ണവാതിൽ സമർപ്പിച്ചത്. അപ്പോൾ ശബരിമലയിലെ സ്വർണം എല്ലാം കട്ടുകൊണ്ടുപോയി എത്തിക്കേണ്ടടുത്ത് എത്തിച്ച സമയത്താണ്, അല്ലെങ്കിൽ കൊറോണ ബാധിച്ചിരിക്കുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ BJP നേതാക്കളുമായുള്ള വലിയ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. പോറ്റിയും BJP നേതാക്കളും ഒരുമിച്ചുള്ള ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2020-21 കാലഘട്ടങ്ങളിലെ ചിത്രങ്ങളാണിത്. അതായത് കൊറോണ സമയത്ത് ഇവിടെ ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച് കടത്തുന്ന തിരക്ക് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഒക്കെ കേരളത്തിലുള്ള സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിലും കർണാടകത്തിലും, അവിടെ BJP ഭരണവും ഇവിടെ CPM-ന്റെ പിണറായി വിജയന്റെ ഭരണവുമായിരുന്നു. രണ്ടിടത്തും സ്വതന്ത്ര വിഹാരം എത്ര വേണമെങ്കിലും നടത്താനുള്ള ഒരു അനുമതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ BJP-യാണ് പ്രിയങ്ക ഗാന്ധിയുടെ വീട്ടിലേക്കും അതുപോലെ പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ 2 ഓഫീസിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ശബരിമല സ്വർണ്ണക്കൊള്ളയുടെയും പേര് പറഞ്ഞ് അനാവശ്യമായി പ്രതിഷേധ യോഗങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും നടത്തിയത്. നാണമില്ലേ BJP-ക്ക് എന്ന് ചോദിക്കേണ്ട സമയമായിരിക്കുന്നു. കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയും BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന സദാനന്ദ ഗൗഡ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. എല്ലാ തലങ്ങളിലുമുള്ള എല്ലാവിധ പിന്തുണയും പോറ്റിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് അശ്വത് നാരായൺ എന്ന് പറയുന്ന BJP-യുടെ പ്രധാനപ്പെട്ട നേതാവ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പങ്കെടുത്തത്. അതുപോലെ മണിക്കൂറുകളോളം ഇത് നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ യഥാർത്ഥത്തിൽ കൊണ്ടു നടന്നതും കേരളത്തിലെ പിണറായി വിജയന് കൈമാറിയത് ആരൊക്കെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി വരികയാണ്. അപ്പോഴാണ് ഈ അശ്വത് നാരായണൻ എന്ന ഉപമുഖ്യമന്ത്രി, അന്ന് ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ബംഗളൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയും അതുപോലെ തന്നെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷന്റെ പേരിലേക്ക് വരികയും BJP-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിലകൊള്ളുന്ന മല്ലേശ്വര മണ്ഡലത്തിലെ MLA-യുമാണ് അശ്വത് നാരായൺ. അതായത് BJP ഭരിക്കുമ്പോൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും കർണാടകത്തിൽ അദ്ദേഹത്തിന് നൽകിയത് അശ്വത് നാരായണനാണ്. അത് കർണാടകത്തിൽ തന്നെയാണ് ഈ പറയുന്ന സ്വർണങ്ങളെല്ലാം വിറ്റഴിച്ചത് എന്ന് പറയുമ്പോൾ ഇവരുമായുള്ള പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും വലിയ സംശയത്തിന് ഇടവരുത്തുന്നു. നമുക്കറിയാം, കടകംപള്ളി സുരേന്ദ്രനുമായും മുഖ്യമന്ത്രിയുമായും ഒക്കെ ഇവിടെ 2019 സ്വർണം മോഷ്ടിച്ചതിന് ശേഷം ഏറ്റവും അധികം ബന്ധം സൂക്ഷിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടകത്തിലെ BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ CPM ഭരണകൂടവും കർണാടകത്തിലെ BJP അന്നത്തെ ഭരണകൂടവും തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരിക്കുമോ എന്നുള്ള സംശയം കൂടി പുറത്തു വരികയാണ്. ഏതായാലും ആരോ സ്വർണം കട്ടു എന്നതിൻ്റെ പേരിൽ ഒരു ബന്ധവുമില്ലാത്ത പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയ BJP-ക്കാർ ഒന്ന് തല താഴ്ത്തി നിൽക്കുന്നത് നല്ലതായിരിക്കും.